അപ്പോൾ നമ്മുടെ ലോകേഷ് അണ്ണന്റെ പുതിയ പരിപാടി കാണാനായിട്ട് എല്ലാവരും വെയിറ്റിംഗിലാണ്. അപ്പോൾ ഇത്രത്തോളം ഒരു മൂവി വെയിറ്റ് ചെയ്യുന്ന വളരെ അപൂർവമാണ്. ഭയങ്കര ഹൈപ്പാണ് മൂവിക്കുള്ള. നമ്മുടെ കൂലിയെക്കുറിച്ചാണ് പറയുന്നത്. തമിഴിൽ രജനീകാന്ത് നായകനായിട്ടുള്ള അമീർ ഖാൻ പിന്നെ സൗബിനൊക്കെ അഭിനയിക്കുന്ന കൂലിയുടെ ട്രെയിലർ ഇന്ന് റിലീസായിട്ടുണ്ട്. ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ട് സംഭവം. ഭയങ്കര പ്രതീക്ഷയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി, എനിക്കെന്നല്ല എല്ലാവർക്കും, സിനിമാ പ്രേമികൾക്കൊക്കെ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം അമീർ ഖാനാണ് വില്ലനായിട്ട് വരുന്നത്, രജനീകാന്തിൻ്റെയാണ്, പിന്നെ നമ്മുടെ ലോകേഷ് കനകരാജാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതുപോലെ സൗബിൻ്റെ ഈ പാട്ടൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ട് ആ സിനിമയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിലർ ഇപ്പം റിലീസായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ട്രെയിലർ ഒന്ന് കാണാം. ஒருத்தன் பிறந்த உடனே அவன் எவன் கையில சாகுனான்னு நெத்தில எழுதிருக்குன்னு நினைக்கிறேன். ஒரு மனுஷன் இந்த உலகத்திலேருந்து ட்ரேஸே இல்லாம தூக்க முடியும் தெரிஞ்சா இட் கேன் பி a disaster. எனக்கு என்னமோ இந்த நெட்வொர்க்கால மட்டும் அவனுங்க பெரிய ஆளான மாதிரி தெரியும். அவனுங்க உள்ளுக்குள்ள வேற ஏதோ ஒன்று பெருசா பண்றானுங்க சார். இங்க இருக்கிற 14,400 பேர்ல எனக்கு தேவை அந்த ஒரு குழி, அந்த ஒத்த குழி. ஒரு இடம் விடாம தோட்டம் இறக்குடா. 10 வருஷம் வெட்டிச்சு செலறணும். 30 வருஷமா ஒருத்தனை ஆஃப்லைன்லயே வச்சிருக்கேன். அவனுக்கு தெரிஞ்சது எனக்கு ஏன்னா எங்கேயோ பார்த்த மாதிரி இருக்கு. யாரும் இல்லாம தனியா வாழ்ந்து பழகிட்டீங்க. அவர் உங்களுக்கு வெறும் ஃப்ரெண்டு தான், எங்களுக்கு அப்பா. சூப்பர். அவன் உங்களுக்கு அப்பாவா இருக்கலாம், ஆனா அவன் எனக்கு நண்பன். அரங்க மதிர விசில் பறக்கவே எட்ரா கொக்கி. கூக்கு கூலி move your body. The whole squad, let's be on the party. It's too much heat. What is godly? The throne is his the same story. கூக்கு கூலி move your body. The whole squad, let's be on the party. Ladies and gentlemen, it's too much heat. It's what is godly. The throne is his the same story. Say, alela polema, alela polema, alela polema, alela polema, alela polema, alela polema, alela. இந்த தேவா பத்தி தெரிஞ்சிருந்தோ என்கிட்டயே விளையாடி இருக்கேன். தலைமை இறங்கி சரிதம் எழுதவே. സംഭവം പെട്ട ട്രെയിലറാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നല്ല മാസ് സാധനമാണ് കേട്ടോ ഇതിരിക്കുന്നത്. അദ്വൈതിന്റെ മ്യൂസിക് കൂടെ വരുമ്പോഴത്തേക്ക് നല്ല തകർപ്പൻ, ഭയങ്കര മൾട്ടി സ്റ്റാർ മൂവിയാണ് കേട്ടോ. ഭയങ്കര കാസ്റ്റിംഗ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഉപേന്ദ്ര ഉണ്ട് നമ്മുടെ കന്നഡയിൽ അഭിനയിക്കുന്നത്. അതുപോലെ നാഗാർജുന തെലുങ്കിൽ നിന്ന്, അമീർ ഖാൻ ഹിന്ദിയിൽ നിന്ന്. വലിയ കാസ്റ്റിംഗ് ആണ് കേട്ടോ. മലയാളത്തിൽ നിന്ന് ആരാ ഉണ്ടാവുമെന്ന് അറിഞ്ഞു. മലയാളത്തിൽ നിന്ന് ആരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ലാംഗ്വേജും കവറായതിന്, സൗത്ത് ഇന്ത്യ മൊത്തം ഏകദേശം. പിന്നെ ഹിന്ദിയിൽ അമീർ ഖാനും ഉണ്ട്. പക്ഷെ അമീർ ഖാനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലുണ്ട്, സൗബിനുണ്ടല്ലോ. സൗബിന് അത്യാവശ്യമുണ്ട്. എങ്കിലും ബാക്കി എല്ലാ ലാംഗ്വേജിൽ നിന്നും വലിയ സ്റ്റാറാണ്. അത്യാവശ്യം നല്ല സ്റ്റാറാണ്. പക്ഷേ ഒരു വലിയ സൂപ്പർ സ്റ്റാർ മലയാളത്തിൽ നിന്നൂടെ ഉണ്ടെങ്കിൽ പെട്ടയ്ക്കും. പക്ഷെ സംഭവം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. സംഭവം നല്ല മാസ് ട്രെയിലറാണ് കേട്ടോ. പക്ഷെ ലാസ്റ്റ് നമ്മുടെ ലോകേഷിൻ്റെ ഇറങ്ങിയ വിജയുടെ പടം അറിയാമല്ലോ, അത്രയ്ക്ക് അങ്ങോട്ട് കത്തിയില്ല. പക്ഷെ വലിയ തെറ്റൊന്നും ഇല്ല പടത്തിന്, എങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് പടം മിന്നിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഈ ട്രെയിലർ കണ്ടപ്പം നല്ല ഇടിവിട്ട് സാധനമായിട്ട് തോന്നുന്നുണ്ട്. സൗബിനാന്ന് തോന്നുന്നു വില്ലൻ. സൗബിന് പിന്നെ അമീർ ഖാനും വില്ലനാന്ന് തോന്നുന്നു കേട്ടോ.
എങ്കിലും അടിപൊളി മൂവി ആയിരിക്കും കേട്ടോ. ഭയങ്കര വെയിറ്റിംഗ് ആണ് ഈ മൂവിക്ക് വേണ്ടി. കാരണം അത്രത്തോളം ഹൈപ്പാണ് ഈ പടത്തിന്. ഇപ്പോൾ ട്രെയിലറൂടെ കണ്ടപ്പോഴത്തേക്ക് പടത്തിൻ്റെ ഹൈപ്പ് അങ്ങ് എത്തിയിട്ടുണ്ട്. സംഭവം സിനിമയിലും കൂടെ അതുണ്ടെങ്കിൽ പടം വേറെ ലെവലായിരിക്കും. നമ്മുടെ ലോകേഷ് അണ്ണൻ്റെ മറ്റൊരു യൂണിവേഴ്സ് ആയിരിക്കും കേട്ടോ. ഇത്രയും സ്റ്റാർ കാസ്റ്റൊക്കെ ഉള്ള സ്ഥിതിക്ക് മിക്കവാറും പടത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. മോസ്റ്റ് വെയിറ്റിംഗ് ആണ് മൂവി.